ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ ഫീലിങ്സ്. ഓക്കെ, സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ബ്രീത്തിങ്ങിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 3 പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. Okay. 3 of Swords, Knight of Cups, Temperance, World card, 4 of Cups, Ace of Wand, 10 of Cups, Ace of Pentacle, Page of Cup and Empress card. Okay. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഏസ് ഓഫ് സോഡ്സ് ആണ് വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ആ ഒരു എനർജി വന്നിരിക്കുന്നത് തന്നെ 3 ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ ആ ഒരു പേഴ്സണെ ഇമോഷണലി ഡൗൺ ആക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്നു പോയ കാര്യങ്ങളിൽ ആ ഒരു ട്രോമാസിലൊക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഡൗൺ ആണെന്നുള്ളതാണ്. മേ ബി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അതിന് ശേഷം നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി, അതായത് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഇമോഷണലി ഹീലായിട്ട് നിങ്ങളോട് സ്നേഹം ഉള്ള ഒരു വ്യക്തിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക, അത് പ്രോപ്പറായിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിന്നും ആ ഒരു ഹാർട്ട് ബ്രേക്ക് എന്നൊരു ഇതിൽ നിന്നും ഈ ഒരു റൊമാൻറ്റിക് എന്ന് പറഞ്ഞൊരു ആ ഒരു എനർജിയിലേക്ക് വരുമെന്നുള്ളതാണ്. ആ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. ആ ഒരു വ്യക്തി നിങ്ങളോട് ആ ഒരു ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ടെമ്പറൻസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു ബാലൻസിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ പേഷ്യൻസ്, ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ള ഒരു മെസ്സേജും കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം ഡിലേ ആകുന്നുണ്ടെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം എന്തൊരു കാര്യമായിക്കോട്ടെ അത് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലേ നടക്കത്തുള്ളൂ. അതൊന്ന് രണ്ടാമത് നമ്മൾ ആ ഒരു മുറിവുണ്ടായതിന് ശേഷം അത് പ്രോപ്പർലി ഹീലായാലേ നമുക്ക് അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വീണ്ടും പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ. അപ്പോൾ അതിനെക്കാട്ടിയും നിങ്ങൾ ആ ഒരു സ്പേസ് എടുക്കുക, ആ ഒരു പാർട്ട്ണറിന് നിങ്ങൾ ടൈം കൊടുക്കുക, ഹീലിങ്ങിന് ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് പാർട്ട്ണറിനായാലും നിങ്ങൾക്കായാലും ബാധകമാണ് ആ ഒരു ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പാർട്ട്ണർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ സമാധാനപരമായി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ അതൊരു അൺബാലൻസ്ഡ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഒരു കംപ്ലീഷൻ്റെ അല്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ ഒക്കെ ഒരു കാർഡ്. ഒരു ചാപ്റ്റർ, ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു ചാപ്റ്റർ എൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മെസ്സേജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ് ആണെങ്കിൽ അതല്ല, അതിൻ്റെ അവസാനം അതല്ല, ഇനി ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബിഗിനിങ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്. ആൻഡ് നെക്സ്റ്റ് 4 ഓഫ് കപ്സ്, അതായത് ആ ഒരു പേഴ്സൺ ഒന്നും റിസീവ് ചെയ്യാൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ചെന്നാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാകത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും. അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്കണക്റ്റഡ് ഫീലായിരിക്കും ഇപ്പോൾ കറൻ്റ് അവർ കാണിക്കുന്നുണ്ടാകുക.
ഒരു തരത്തിലും നിങ്ങളുമായിട്ടൊരു ഇപ്പോൾ നിങ്ങൾ എന്ത് കോംപ്രമൈസിനായാലും എന്തിനായാലും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോൾ കറൻ്റ്ലി തയ്യാറല്ല എന്നുള്ളതാണ്. അതിന് ശേഷം ഈസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പം അത് മാറും. ഓക്കെ, അത് ആ ഒരു ടൈം എടുത്ത് അത് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ പാഷൻ അല്ലെങ്കിൽ സ്നേഹം എല്ലാം. ഓക്കെ, അപ്പം നിങ്ങളോടുള്ള ആ ഒരു ഇത് ഈസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ആ ബിഗിനിങ് ആണ്. അപ്പം അഗെയിൻ ഈ ഒരു എല്ലാ കാര്യങ്ങളും ഓവർകം ചെയ്ത് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ, ആ ഒരു പേഴ്സൺ നിങ്ങളോട് അട്രാക്ഷൻ തോന്നുകയും ആ ഒരു ആക്ഷൻ ആ ഒരു വ്യക്തി എടുക്കുമെന്നുള്ളതാണ്. അതിന് ശേഷം നമുക്ക് ഈ ഒരു ബിഗിനിങ്ങിന് ശേഷം വന്നിട്ടുള്ള കാർഡെന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഒരു ഫാമിലി, ഒരു ഹാപ്പി ഫുൾഫിൽമെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കാർഡാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ കാണുന്നുണ്ടെങ്കിൽ അത് അവർ നടക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു ഡീപ്പ് കണക്ഷൻ അതൊക്കെ അവർക്ക് ഉണ്ടാകും. ഇൻ ഫ്യൂച്ചറിൽ അവർക്കത് ഉണ്ടാകും. ആ ഒരു പേഴ്സൺ നിങ്ങളെ ജെനുവിൻലി ആണ് സ്നേഹിക്കുന്നത്. ആൻഡ് അവർ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് നൽകുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ളൊരു ലോങ് ടേം കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനുള്ള ഒരു കാർഡാണത്. ഓക്കെ, അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള എന്താണ്, പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, അതും ഒരു ബിഗിനിങ് പോലെയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കരിയറിൽ ചിലപ്പോഴത്തേക്കും ചേഞ്ചസ് ഉണ്ടാകാം, ഗ്രോത്ത് ഉണ്ടാകാം, പുതിയ അവസരങ്ങൾ ആ ഒരു വ്യക്തി തേടിയെത്താം. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ലോങ് ടേം നിങ്ങളുമായിട്ടുള്ള ഒരു ഇതായാലും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ കുറച്ചുകൂടെ അവർ ഫോക്കസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ എന്തൊക്കെ അവർ ചിന്തിക്കണോ, ഓക്കെ, കരിയർ വൈസ് ആയാലും എല്ലാ കാര്യത്തിലും ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളതാണ്. ഫ്യൂച്ചർ ഇങ്ങനെ സ്റ്റേബിളാക്കി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കും, അത് നടപ്പിലാക്കും എന്നുള്ളതാണ്. അതിനുശേഷം എന്താ വന്നിട്ടുള്ളത്, പേജ് ഓഫ് കപ്സ്. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇമോഷൻസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്. ആ ഒരു ലവിൻ്റെയും ആ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ഫീലിങ്സിൻ്റെ കാർഡാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ആ ഒരു ജെനുവിൻ ഫീലിങ്സ് എല്ലാം എക്സ്പ്രസ് ചെയ്യും, നിങ്ങളുടെ അടുത്തേക്ക് വരും. ആൻഡ് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഫൈനലി എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. സോ എംപ്രസ് എന്ന് പറയുമ്പം അഗെയിൻ ആ ഒരു ലവിൻ്റെയും കണക്ഷൻ, ഇതിൻ്റെയൊക്കെ ഒരു ഡീപ്പ് കണക്ഷൻ്റെയൊക്കെ ഒരു കാർഡാണ്. ഓക്കെ, പിന്നീട് നിങ്ങൾക്കിടയിൽ ആ ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുകയും മ്യൂച്വലായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കമ്മ്യൂണിക്കേഷനും എല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് സോഡ്സ് ആയിരുന്നു. അതും ഒരു ബിഗിനിങ്ങിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എനർജിയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്സിൽ ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പേഴ്സൺ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു പേഴ്സൺ പിന്നീട് മാറുകയും നിങ്ങളിലേക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ അതിനിടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർക്ക് ഹീലിങ്ങിനായിട്ടുള്ളതാണ്. ആൻഡ് അത് നിങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്യുക. ആൻഡ് പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് മ്യൂച്വലായിട്ട് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വേണം. ഓക്കെ, ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. രണ്ടുപേരുടെ ആ ഒരു എഫേർട്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസും കൂടെ നോക്കാം. ഓക്കെ, Four of Pentacles, King of Pentacles and Judgment card. ഓക്കെ, സോ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിനെ എപ്പോഴും ടൈറ്റായിട്ട് ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒന്നിനെ, ഓക്കെ, ഈവൻ ഒരു പേഴ്സൺ ആയാൽ കൂടി നമ്മൾ
ഇങ്ങനെ ഇത്രയും ഹോൾഡ് ഓൺ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ആയാലും ഓവർ കൺട്രോളിങ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളതിനെ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ച് അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ട്രെസ് ചെയ്ത് നമ്മളുടെ ആ ഒരു എനർജി കളയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഭയം അല്ലെങ്കിൽ പൊസസീവ്നെസ് ആയിക്കോട്ടെ, എന്താണോ ആ ഒരു നിങ്ങൾക്കുള്ള ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണോ അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓവർ കൺട്രോൾ ഇടാതിരിക്കുക. സെക്കൻഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. അതായത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മെച്യൂർഡായിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആൻഡ് ഡിസൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ലോങ് ടേം ബേസിസിൽ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് തീരുമാനിക്കുക, പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി ഇരിക്കുക. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്ക് പോലെ ആണെങ്കിലും ഇനി അത് ബിഗിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷനോട് കൂടി എല്ലാം കണ്ടുകൊണ്ട് പ്രാക്ടിക്കലായി ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് എടുക്കുക എന്നുള്ളത്, തീരുമാനങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഫൈനലി ജഡ്ജ്മെൻറ്റ് കാർഡ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അവേക്കനിങ് കാർഡ്, അതായത് ഒരു വേക്കപ്പ് കോൾ പോലെയാണ്. അപ്പം നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും, അത് നിങ്ങൾ അലോ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്തെന്ന് പറഞ്ഞൊന്നും ഒന്നും നടക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾ അതിനെ റിലീസ് ചെയ്യുക. അതിന് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം നടക്കും. പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാം ക്ലിയറായി മുന്നോട്ട് പോകും, ആ ഒരു റൈറ്റ് ഡയറക്ഷനിലോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.